ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് തന്നെ ആദ്യം വിഷയമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു ഫുൾ വിശേഷം കേട്ട് നോക്കിയാലോ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. നല്ല അടിപൊളി മഴയായിട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത്. നമുക്ക് വിശേഷത്തിലിട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ. അങ്ങനെ നമ്മുടെ ടോണി ഷെറിനെ കാണാണ് വർഷങ്ങൾക്ക് ഒരു 1.5 വർഷത്തിന് ശേഷമായി. അപ്പോൾ ഷെറിന് ടോണിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ടോണിച്ചൻ എവിടെയായിരുന്നു, ടോണിച്ചൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സീൻ കണ്ടതാണല്ലേ, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു. ടോണിയെ വിടാണ്ട് മുറുകെ പിടിച്ചൊക്കെയാണ്. കാരണം ഇത്രയും നാളും മാനസികമായിട്ട് ഒരല്പം മാനസിക നില തെറ്റിയ അവസ്ഥയിൽ പോലും ഷെറിൻ്റെ ഉള്ളിൽ ടോണിക്കൊരു സ്ഥാനം ഉണ്ടെന്നുള്ളതാണ് ടോണിക്ക് ഇപ്പോൾ മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയാണ്, എന്നെ എന്തിനാ ഇട്ടേച്ച് പോയത്, ഇവിടെ എല്ലാവരും എന്നെ ഭ്രാന്തിയായിട്ടാണ് പറയണത്, ടോണിച്ചൻ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പറയുന്നിട്ട് ആൻസി ചേച്ചി കണ്ടില്ലേ ടോണിച്ചൻ വന്നു എന്നെ കൊണ്ടുപോകാൻ വന്നതാ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞേട്ടോ വിതുമ്പിയാണ് പറയണത്. നമ്മുടെ ടോണിക്ക് ആ ഒരു കരച്ചിൽ കണ്ടിട്ട് ടോണിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ് കേട്ടോ. ചേർത്ത് മുറുക്കെ പിടിച്ചൊക്കെയാണ് ടോണീനെ. ടോണിയും അവൾ അതുപോലെ തന്നെ ആ സ്നേഹം കാണിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ടോണിക്ക് അങ്ങനെ കാണിക്കാതിരിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഷെറിൻ്റെ അപ്പോഴത്തെ ആ ഒരു സങ്കടവും ആ മാനസികാവസ്ഥയും എല്ലാം കൂടെ കണ്ടപ്പോൾ ടോണിക്ക് സഹിക്കാനാവാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻസിക്ക് പോലും ആ കാഴ്ച കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോവാണ്. അങ്ങനെ ടോണിച്ചിന് ചായ കൊടുക്കുക, ആൻസി ചേച്ചി ടോണിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ, അതെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം ടോണിയുടെ അടുത്ത് ആൻസി ചോദിക്കുന്നുണ്ട്, ടോണി ഇപ്പം എന്താ ഇങ്ങോ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഷെറിനെ കാണണം, രണ്ടാമതായിട്ട് ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയണമെന്ന്. അപ്പം ആൻസി പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, ഒരു കുഞ്ഞുണ്ടെന്നും അതിനെ ഏതോ ഒരു ഓർഫനേജിലോട്ട് മാറ്റി എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും റോബിച്ചനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റോബിച്ചൻ നോക്കുമ്പോഴത്തേക്ക് അപ്പച്ചനും ഇച്ചായനും കൂടെ വരെയാണ്. അതായത് നമ്മുടെ പോളാണ് അപ്പച്ചൻ, പിന്നെ ആൽബിച്ചനും. അപ്പോൾ അവരൊരു ജീപ്പിൽ വന്ന് ഇറങ്ങി. കാരണം റോബിച്ചൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടോണി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവരെ കണ്ടതും അവർ ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന സമയം ഈ അപ്പച്ചൻ പറയുന്നുണ്ട് ഇത് ആരെ വണ്ടിയാടാ. അപ്പം ആൽബിച്ചൻ പറയുന്നുണ്ട് ഇത് ആ ടോണി വന്നതാ, ആ കാറിനകത്ത് ആരൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പോള് പറയുന്നുണ്ട്. ആരോ ഉണ്ട് അപ്പച്ചൻ, പക്ഷേ ഗ്ലാസ് കയറ്റി ഇട്ടേക്കുന്നുണ്ട്, ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം നമ്മുടെ റോബിച്ച ഓടി ചെല്ലുകയാണ് അവരുടെ അടുത്തോട്ട്. അതെ ടോണി അകത്തിരിപ്പുണ്ട്, അവൻ വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി ആൻസിയെ കൊണ്ട്. അതായത് അവന് കൊച്ചി എവിടെയാണെന്ന് അറിയണം, പിന്നെ ഷെറിനെയും കാണണം, ഇതാണെന്ന് പറഞ്ഞു. അപ്പച്ചൻ വാന്ന് പറഞ്ഞുകൊണ്ട് ആൽബിച്ചൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അപ്പച്ചൻ പോള് പറയുന്നുണ്ട് അതെ നീ അവിടെ ചെന്ന് വലിയ പരാക്രമങ്ങളോ അടിപിടിക്കൊന്നും നിൽക്കണ്ട, അവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കണം, ആ പാലാക്കാരും കൂടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോബിച്ചൻ പറഞ്ഞു അവരാണ് ഇതിൻ്റെ മെയിൻ ചരടുവലിക്കാരെന്ന് എനിക്ക് തോന്നുന്നു. ആ റോബിച്ചൻ ടോണീനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുഞ്ഞിൻ്റെ വിവരങ്ങൾ അറിയാനാണ് വന്നിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് ടോണി അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടി ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്നത് അപ്പച്ചനായിരിക്കുമെന്ന് മാമച്ചൻ നമ്മുടെ ഗ്രേസമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റേത് മൂത്ത ബ്രദർ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവർ അകത്ത് കയറി ചെല്ലുന്നപ്പോൾ ടോണി അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, എഴുന്നേൽക്കാനൊന്നും നിന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമൊന്നും ഈ കുടുംബക്കാർ പ്രതീക്ഷിക്കുന്നില്ല, കുടുംബക്കാർക്ക് കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല ടോണി. അപ്പം പോള് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇതെൻ്റെ ഭാര്യയുടെ വീടാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കാണാനായിട്ട് വന്നു എന്ന് പറഞ്ഞു. എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ ടോണി പറഞ്ഞു എനിക്ക് 2 ഉദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഷെറിനെ കാണണം, രണ്ടാമതായിട്ട് ഷെറിൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചായിരുന്നു, ആ കുഞ്ഞ് എവിടെയാണെന്നും എനിക്കറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു ഓക്കെ അതായിക്കോട്ടെ, ഷെറിനെ കണ്ടോ നീ, ആ കാര്യത്തിൽ നീ സംതൃപ്തനാണല്ലോ എന്ന് പോള് ചോദിക്കട്ടോ. അപ്പോൾ ആൽബിച്ചൻ ചോദിച്ചു നിനക്കെത്ര ധൈര്യം ഇരിക്കുന്നോടാ, നീ എന്ത് ഭർത്താവാ, കുറേ കൊല്ലം മുന്നേ എൻ്റെ പെങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ട് പോയത്, എന്നിട്ട് അവൻ ഇപ്പോൾ വന്നിരിക്കുന്നു കാണാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ടോണി പറഞ്ഞു അതെ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ തള്ളിയിട്ട് പോയി എന്നുള്ളത് ശരി തന്നെയാണ്, പിന്നെ എൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ കുടുംബ ചരിത്രമൊക്കെ എനിക്കും അറിയാവുന്നത് തന്നെ. ഒരു തറവാട്ടിൽ പിറന്ന ഒരു ചെറുക്കന് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് ഏൽപ്പിക്കുമ്പോൾ
സാധാരണ ചില വലിയ വീട്ടുകാർ കാറോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു കുഞ്ഞിന്, അതും മറച്ച് വെച്ചിട്ട് പിന്നീടാണ് അറിയണത്. അപ്പോഴേക്കും ആൽബിച്ചൻ പറഞ്ഞു, അതെ നീ ഇവിടെ വന്ന് അധികം നിൻ്റെ പുളുത്തിയ വർത്തമാനങ്ങളൊന്നും ഇവിടെ പറയണ്ട. അയാൾ ഇച്ചിരി ഇതായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ആൽബിച്ചൻ ഒരു ദേഷ്യക്കാരനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞു. അതെ ഇത് വീട് നിങ്ങളുടേത് തന്നെ എന്ന് ടോണിച്ചൻ പറഞ്ഞു. പക്ഷേ വീട്ടിനകത്തുള്ളത് ഞാൻ വിവാഹം കഴിച്ച ബന്ധം വേർപിരിയാത്ത എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പോള് പറഞ്ഞു, അതെ നീ വന്ന ഉദ്ദേശങ്ങളൊക്കെ എന്തായാലും നടപടിയാവാൻ പോണില്ല. കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പറയാനും പോണില്ല എന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പോഴേക്കും ആൽബിച്ചൻ പറഞ്ഞു, കൈ മെനക്കെടുത്താണ്ട് നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അയ്യോ ഭീഷണിയാണോ? എന്നാൽ പിന്നെ ആദ്യം അത് തന്നെ നടക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ വരുന്ന വഴിയേ സർക്കിൾ ഓഫീസിൽ കയറി ഒരു പരാതിയും കൊടുത്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ദേഹത്ത് ഒരു വിരലടയാളം വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണമെന്നൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ മറച്ചു വെക്കുന്നു ഷെറിൻ്റെ കുഞ്ഞ് എവിടെയെന്നുള്ളത്. ഷെറിൻ്റെ കുഞ്ഞ് യഥാർത്ഥത്തിൽ എവിടെയാണ്? നിങ്ങൾ വല്ല ചതുപ്പിലും താഴ്ത്തി അതിനെ കൊന്നോ അതോ വല്ല മാർവാടിയൊക്കെ വിറ്റോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആ പോള് പറയും, അതെ എൻ്റെ മകളെ മാത്രമേ നിനക്ക് വിവാഹം കഴിച്ച് തന്നിട്ടുള്ളൂ, മകളുടെ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് തറവാട്ടിയുള്ള വീട്ടുകാരാ, പറയാൻ നാണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൽബിച്ചൻ പറഞ്ഞു, എടാ മര്യാദയ്ക്ക് വീട്ടിനകത്ത് വന്നാൽ സംസാരിച്ചണം, നിൻ്റെ കണപുണ വർത്തമാനങ്ങളൊന്നും ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞു. ഓ നിങ്ങൾക്ക് എന്ത് മര്യാദയുള്ള ആൾക്കാരാ, പറഞ്ഞു കേട്ടില്ലേ എന്ന് ടോണി പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ടോണി പറഞ്ഞു, അതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ കുഞ്ഞ് ഷെറിൻ പ്രസവിച്ച കുഞ്ഞ്, അതായത് ഞങ്ങളുടെ വിവാഹത്തിന് മുന്നേ ഷെറിന് മറ്റൊരു വ്യക്തിയിലുണ്ടായ കുഞ്ഞിനെ നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയണം. ഞാൻ ഇവിടെ അത് നിങ്ങൾ പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഞാൻ നിങ്ങളെ കോടതി കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പോളച്ചൻ മക്കളെ രണ്ടുപേരും മുഖത്തിങ്ങനെ നോക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ടോണിയുടെ സംസാരത്തിലൊരു ഭീഷണി സ്വരം ഉണ്ടല്ലോ. അങ്ങനെ അവർ മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് ടോണി പറഞ്ഞു, അതെ എനിക്ക് കുഞ്ഞിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. ആ കുഞ്ഞ് എവിടെയാണ്? നിങ്ങൾ വല്ല ചതുപ്പിലും താഴ്ത്തി കൊന്നോ അതിനെ, അതോ ആർക്കെങ്കിലും വിറ്റോ എന്നൊക്കെ ഇങ്ങനെ ടോണി അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറയാനായിട്ട് അവർ കൂട്ടാക്കുന്നില്ല. അതേ സമയത്ത് ടോണി പറഞ്ഞു, ഇനി ഞാൻ ഇത് നിങ്ങളെ കോടതിയിൽ ഈ കേസ് ഫയലും ചെയ്യും, കുഞ്ഞിനെ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും, പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ന്യൂസ് ഇടുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുടുംബ ചരിത്രവും കുടുംബ മഹാത്മ്യമൊക്കെ ഒന്ന് നാട്ടുകാരെ അറിയട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോഴേക്കും റോബിച്ചനും ആൽബിച്ചനും കൂടെ പോളച്ചനും കൂടെ ചേർന്ന് കുറച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ്. അതായത് എവൻ രണ്ടും കൽപ്പിച്ച് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട് പോളച്ചൻ. അപ്പോൾ റോബിച്ചൻ പറഞ്ഞു, അതെ ആ വണ്ടിയിലിരിക്കുന്ന ആ പാലാരിക്കാരാന്ന് പറയാം. അപ്പം അപ്പച്ചൻ ചോദിക്കും, ഏത് പാലാരിക്കാരാടാ? അതെ നമ്മൾ യവക്ക് ഷെറിന് വേണ്ടിയിട്ട് പണ്ടൊരു കല്യാണം ഉറപ്പിച്ചില്ല, ആ വീട്ടുകാരാ, അവരാണ് യവനെ കൊണ്ട് ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും മറ്റൊന്നും അറിയാനാ. അപ്പം അപ്പച്ചൻ ചോദിക്കാൻ, അല്ല ഇവർക്കിപ്പോൾ എന്തിനാ കുഞ്ഞിന്? അവരുടെ മകൻ്റെ കുഞ്ഞല്ലേ, ചിലപ്പോൾ ആ കുഞ്ഞിനെ ദത്തെടുക്കാനോ മറ്റു വല്ലതോ ആയിരിക്കും, അതാ യവനെ മുൻനിർത്തിക്കൊണ്ട് ഇവർ കളിക്കുന്നത്. അതുകൊണ്ട് അപ്പച്ചൻ നമുക്ക് യവനെ പിണക്കിയൊന്നും വിടണ്ട, എന്തെങ്കിലും നമ്പർ അടിച്ച് വിടുക. അപ്പോൾ ആൽബിച്ചൻ ചോദിക്കും, എന്ത് നമ്പറാണ് അടിക്കണേ? അതെ നമുക്ക് ജർമ്മനിയിൽ ഏതെങ്കിലും ഒരു ഫാമിലിക്ക് കുഞ്ഞിനെ വിറ്റു എന്ന് പറയാം, അപ്പോൾ കുഞ്ഞിനെ കൊടുത്തിട്ടോ അഡോപ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോയി എന്ന് പറയാം. അപ്പോൾ എവിടെ നിന്നാന്ന് ചോദിച്ചാലൊക്കെ എന്ത് പറയും? അത് നെടുമങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ നിന്നാണെന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പം ശരിയെന്നാൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് ആൽബിച്ചനും അവരൊക്കെ പോകാൻ നിൽക്കുമ്പോൾ പോളച്ചൻ പറയും, അതെ റോബി പോയി പറയട്ടെ, നീ ചൂടനാന്ന് പറയും. അങ്ങനെ റോബിച്ചൻ നമ്മുടെ ടോണിയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ടോണിയുടെ അടുത്ത് പറയും, അതെ നീ എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് മറ്റൊരു ദിവസം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ടോണി, നീ ഇപ്പോൾ പൊക്കോളാൻ പറയണ. അപ്പോൾ ടോണി പറയും, ഇല്ല ഇതിനൊരു തീരുമാനം അറിയാണ്ട് ഞാൻ പോവില്ല എന്ന് പറയും. അപ്പോൾ പറയും, ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ഡീറ്റെയിലൊന്നും അറിയില്ല, ഒരു ജർമ്മൻ ഫാമിലിക്ക് കൊച്ചിനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തു എന്ന് പറയും. അഡോപ്റ്റ് ചെയ്യുക എവിടെ നിന്ന്? അപ്പോൾ പറയും, നെടുമങ്ങാട് ഒരു ഓർഫനേജ് ഉണ്ട് ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്നാണെന്ന് പറയും. ഞാൻ പോയി തിരക്കും, ഈ തിരക്കിയിട്ട് അപ്പോഴേക്കും പോളച്ചനും ആൽബിച്ചനും ഒക്കെ അടുത്തോട്ട് വരും. എന്നിട്ട് ടോണി പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ പോയി ഫുള്ളും ചികഞ്ഞെടുക്കും, എന്തെങ്കിലും കള്ളത്തരങ്ങളോ മറ്റോ ആണെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് കോടതിയിൽ വച്ചായിരിക്കും എന്ന് നമ്മുടെ
ടോണി അവരോട് പറയാണ്. എന്നിട്ട് ടോണി പറയും, ശരി ഞാനിപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ആൽബിച്ചൻ വിളിച്ചിട്ട് പറയും, എടാ നീ അവിടെ നിന്നേ, നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ടോണി അവിടെ നിൽക്കുകയാണ്. അതെ, നിൻ്റെ പേരിൽ ഞാനൊരു കേസ് കൊടുക്കുന്നുണ്ടെന്ന് ആൽബിച്ചൻ പറയും. അപ്പോൾ കേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് 1.5 വർഷത്തോളം ഗൾഫിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് അതിന് മാനസിക രോഗമൊന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയെന്നും പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ടോണി ചോദിച്ചു, എടോ താനൊക്കെ മനുഷ്യ സ്വഭാവമാണോ അതോ വല്ല കാണ്ടാമൃഗത്തിൻ്റെ സ്വഭാവമാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ടോണി. കാരണം കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതിലൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയുമ്പോൾ പിന്നെ ഞാൻ തൻ്റെ പെങ്ങളെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ കൂടെ പൊറുപ്പിക്കണമായിരുന്നു എന്നിങ്ങനെ ടോണി ചോദിക്കുകയാണ്. എടാ നീ എന്താ പറഞ്ഞത്? എടോ തൻ്റെ പേരിന് ഞാൻ ആദ്യം ഒരു കേസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാ കേസും കള്ളത്തരങ്ങളും ഒളിപ്പിച്ച് വെച്ച് തൻ്റെ പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതിന് നിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ ഞാൻ കയറ്റുമെന്ന് പറഞ്ഞു ടോണി. അത് കേട്ടപ്പോൾ പിന്നെ ആൽബിച്ചൊന്നും മിണ്ടാൻ നിന്നില്ല. റോബിച്ചനും കണ്ണുകൊണ്ട് കാണിച്ചു ഒന്നും മിണ്ടണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ ടോണി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ഷെറിനാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുഞ്ഞാവയുടെ 2 ഉടുപ്പും ഒരു പാവക്കുട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ ഷെറിന്. അതൊക്കെ എടുത്ത് ബാഗിനകത്ത് ആരും കാണാണ്ട് ഒളിപ്പിച്ചൊക്കെ വെക്കുകയാണ്. കാരണം ടോണിച്ചിൻ്റെ കൂടെ ഇന്ന് പോവാണ്. കണ്ണാടി നോക്കി പല പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ പോവാട്ടോ, എൻ്റെ ടോണിച്ചിൻ്റെ കൂടെ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം ടോണി കാറിൽ വന്നിരിക്കുമ്പം നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി ടോണി? അപ്പോൾ ടോണി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട്, അപ്പോൾ കൊച്ചിനെ കുറിച്ചുള്ള ഒരു വിവരം അവർ തന്നില്ലല്ലേ ടോണിച്ച? വെറുതെ പെട്രോൾ അടിച്ച് നമ്മൾ ഇവിടം വരെ വന്നു. അത് സാരമില്ല, എവിടം വരെ പോയിട്ടാണെങ്കിലും കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ എടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഗ്രേസ് ചോദിച്ചു, നമ്മുടെ ഷെറിനെ കണ്ടായിരുന്നു? അപ്പോൾ ഷെറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ടോണിയുടെ മുഖമൊക്കെ ഒന്ന് വാടാണ്. കാര്യം വേറൊന്നുമല്ല, കാരണം കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ ആയിരുന്നു അവൾക്ക്. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട്, ടോണിച്ചൻ ഇപ്പോഴും ഷെറിൻ ചേച്ചിയെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച മനസ്സിൻ്റെ സമനില തെറ്റിപ്പോവും, നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മാമച്ചനും അവരൊന്നും വെളിയിലേ ഇറങ്ങിയിട്ടില്ല, അവർ കാറിൽ തന്നെ ഇരുന്നാണ് സമയം കളഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈതയ്ക്കൽ മാളിക വീടാണ്. അപ്പോൾ നമ്മുടെ വൈജയന്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രോഹിത്ത് വന്നിട്ട് അമ്മ ഫ്രീ ആണോ എന്ന് ചോദിക്കും. അല്ല, ഒരു ചാനൽ ഇൻ്റർവ്യൂ നടത്താമെന്ന് വിചാരിച്ചിട്ടാണെന്ന് രോഹിത്ത് പറയും. അപ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യം വരാം. എന്നാൽ വിളിക്ക് കുറച്ച് ചാനലുകാരെയൊക്കെ വിളിക്കുക. അപ്പോഴേക്കും രോഹിത്തകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എല്ലാവരും പോര്, അമ്മ ഓക്കെയാണ്, എല്ലാവരും പോരെന്ന് പറയും. അപ്പോഴേക്കും വൈജയന്തി ഡോറ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളും ബബിതയും വരെയാണ്. ആണോ, നിങ്ങളുടെ വരക്കമായിരുന്നോ? ഒരു കാര്യം ചെയ്യുക, അവളെ കൂടെ വിളിക്ക്, അലീനെ. അപ്പോഴേക്കും രോഹിത്ത് ആ സ്പോട്ടിൽ തന്നെ, അലീന ചേച്ചി കയറി പോര് കേട്ടോ, അലീന ചേച്ചിയും വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോഴേക്കും വൈജയന്തിയുടെ മുഖം അങ്ങ് മാറുന്നു. കാരണം എന്ന് വെച്ചാൽ പിള്ളേരെ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് വൈജയന്തിയുടെ മുന്നിൽ. അപ്പോഴേക്കും രോഹിത്ത് ബബിതയൊക്കെ പറയുന്നുണ്ട്, അമ്മേ ഞങ്ങളിവിടെ കുറേ ദിവസമായിട്ട് വന്ന് നിൽക്കണേന്, ഇനി അവർ ഇറങ്ങിപ്പോ എന്ന് ഇവിടെ നിന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്കങ്ങ് പൊക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വൈജ പറഞ്ഞു, അതെ ഇത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ തറവാടാണ്, ഞാൻ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല, അത് 2 ദിവസത്തിനകത്ത് കമലാൻറ്റി എന്തായാലും പറയുമെന്ന് കൃഷ്ണമോൾ പറഞ്ഞു. അങ്ങനെ കമലാൻറ്റിയോ കമലേട്ടത്തെയോ അല്ലെങ്കിൽ ശിവേട്ടനോ പറയട്ടെ, അന്നേരം മറുപടി ഞാൻ അവർക്ക് കൊടുത്തോളാം എന്ന് വൈജയന്തി പറയും. എന്നിട്ട് വൈജയന്തി പറയും, അതെ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പൊക്കോ, നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലൊക്കെ പോകാനുള്ളേ, നിങ്ങൾ എന്നെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തായാലും വരില്ല എന്ന് തീർത്ത് പറയണ. അപ്പോഴേക്കും നമ്മുടെ രോഹിത്ത് പറഞ്ഞു, അമ്മയ്ക്ക് അലീന ചേച്ചിയോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അടി കൂടി തീർക്കുകയോ ചെയ്യുക. വാ കൊണ്ട് പറയുന്നതിൻ്റെ അടി കൊടുത്താൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, വാ കൊണ്ട് പറയുന്നത് ഒട്ടും ദഹിക്കാത്ത കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ താങ്ങാൻ പറ്റാത്തതാണ് വൈജയന്തിയുടെ വായിൽ നിന്ന് അലീനെ പറയണത്. അത്രയ്ക്ക് അലീനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ വൈജയന്തി സംസാരിക്കാറുള്ളൂ. അപ്പോഴേക്കും വൈജയന്തി തുറപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഹിത്തിനൊരു നോട്ടം. ആ സമയത്ത് നമ്മുടെ അലീന വന്നിട്ട് പറയും, മാഡം ഞാൻ അവിടെ നിന്ന് പൊയ്ക്കോളാം, ഒരു 3-4 ദിവസം കൂടി, അത്രയല്ലേ ഞാൻ ചോദിച്ചോളൂ. അപ്പോൾ വൈജ പറഞ്ഞു, നിൻ്റെ ഈ ഒരു സംസാരം കുറേ കേട്ടേക്കണതാ, നിൻ്റെ ആ വാക്ക്, നിൻ്റെ വാക്കും വിശ്വസിച്ച് ഞാനവിടെ കാല് കുത്തില്ല എന്ന് വൈജയന്തി പറഞ്ഞു. നീ ഒന്നല്ല 1 ഡസൻ പ്രാവശ്യം എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ, എന്നിട്ട് നീ പാലിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല മാഡം ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന സീനോട് കൂടെയാണ് ഇന്നത്തെ ഫുൾ വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ അവരെല്ലാവരും നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട്
പോകുന്നുണ്ട്. അപ്പോൾ കാറിലിരുന്ന് പറയുന്നുണ്ട്, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അലീന ചേച്ചി ഇതിലാരെങ്കിലും ഒരാളെ അവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന എന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് എന്താണ്, ഞാൻ പോകുന്നതല്ലേ കുറച്ചും കൂടെ നല്ലതെന്നുള്ള രീതിയിൽ. പക്ഷേ അത് രോഹിത്തിനോ കൃഷ്ണമോക്കോ അല്ലെങ്കിൽ ബബിതയ്ക്കോ ഒന്നും ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നീട് നാളത്തെ വരുന്ന വിശേഷത്തിൽ നമ്മുടെ രോഹിത്ത് ഫാദറിൻ്റെ മുമ്പിൽ വെച്ച് അലീന ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ബാലചന്ദ്രൻ എൻ്റെ അച്ഛനല്ല എന്നുള്ളത്. അപ്പോൾ അലീന ചേച്ചിക്ക് അറിയാവോ ആരാണ് അലീന ചേച്ചിയുടെ അച്ഛനെന്ന് ശരിക്കും? അപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയാം, എന്തായാലും ബാലചന്ദ്രൻ, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ അല്ല എൻ്റെ അച്ഛൻ. അപ്പോൾ അലീന പറഞ്ഞു, നിനക്കൊരു സംശയം ഉണ്ടാകും, നിൻ്റെ രക്തമാണോ എൻ്റെ രക്തമെന്ന്, അതായത് ഒരേ ചോരയാണോ എന്നുള്ളത്. അക്കാര്യത്തിൽ നീ സംശയിക്കേണ്ട, നിനക്ക് മനസ്സിലാകുമെന്ന് കരുതണോ, ഞാൻ നിൻ്റെ സ്വന്തം ചോര തന്നെയാണ് എന്നുള്ളത്. അപ്പം രോഹിത് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അലീന പറയുന്നതിനെ കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഫുൾ വിശേഷം എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രൊമോ ഇനി ഏകദേശം ഒരു രാത്രി 9-9:15 ഞാൻ എൻ്റെ നാളത്തെ പ്രൊമോ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ സാന്ത്വനം കറക്റ്റ് 6:30 PM സാന്ത്വനം 2 ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴതോറും മുമ്പേ ഫുൾ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.